നമസ്കാരം. ഏഷ്യലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനഃപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്താ നമ്മൾ വിഷയം വെച്ച് കഴിഞ്ഞാൽ, ശനിദോഷം ഏക്കാതിരിക്കാൻ ഒരു ശാസ്താവിൻ്റെ ഒരു ഭജന രീതി അല്ലെങ്കിൽ ശാസ്ത്ര മന്ത്രമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം ചാമുണ്ഡി ദേവിയെ, ഹനുമാൻ സ്വാമിയെ, ശാസ്താവിനെയൊക്കെ പൊതുവേ നമുക്ക് ശനിദോഷ ശാന്തിക്കായിട്ട്, ശനിദോഷം ഏൽക്കാതിരിക്കാനായിട്ടൊക്കെ ഭജിക്കാൻ പല ആചാര്യന്മാരും നിർദ്ദേശിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം അതിൽ പ്രധാനമാണ് ശനിയുടെ അധിപതി എന്ന് വെച്ചാൽ ശാസ്താവാണ്. അതായത് ശാസ്താവും അയ്യപ്പൻ്റെ രണ്ടാണ് എങ്കിലും കലിയുഗവരതനായിട്ട് ശനിദോഷ നിവാരകനായിട്ട് ഒക്കെ നമുക്ക് ശാസ്താവിനെ അയ്യപ്പനെ രണ്ടുപേരെയും പറയാറുണ്ട്. ശാസ്താവിൻ്റെ അവതാരമായിട്ടാണ് അയ്യപ്പനെ പറയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ശാസ്താവിൻ്റെ മന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂലമന്ത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്ഥിരമായിട്ട് നമുക്ക് രാവിലെയും വൈകിട്ടും 18 പ്രാവശ്യം അല്ലെ 21 പ്രാവശ്യം അല്ലെ 27 പ്രാവശ്യം അല്ലെ 41 പ്രാവശ്യം നമുക്ക് ഞാൻ ഈ പറഞ്ഞ മന്ത്രം സ്ഥിരമായിട്ട് രാവിലെയും വൈകിട്ടും പറ്റുമെങ്കിൽ രാവിലെയും വൈകിട്ടും ജപിക്കുക. ഇല്ലെങ്കിൽ ഒരു നേരമെങ്കിലും നമുക്ക് കുളിച്ച് ശുദ്ധമായ ശേഷം അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മേല് കഴിയാലും രാവിലെ കുളിച്ച് ശുദ്ധമാവണമെന്ന് തന്നെയാണ് പറയപ്പെടുന്നത്. ശുദ്ധമായി വിളക്ക് കത്തിച്ച ശേഷം നമുക്ക് പറ്റുമെങ്കിൽ ഒരു തേങ്ങ പൊട്ടിച്ച് നമുക്ക് എള്ള് കിഴി കെട്ടി നമുക്ക് നിരാഞ്ജനമായിട്ട് കത്തിക്കാം. ഇല്ലെങ്കിൽ 2 മൺചിരാതിനകത്തായാലും മതി. എള്ള് കിഴി ഇപ്പം പൂജക്കടയിലൊക്കെ റെഡിമെയ്ഡ് മേടിക്കാൻ കിട്ടും. അങ്ങനെ കത്തിച്ചാലും നമുക്ക് എള്ള് കിഴി കെട്ടാൻ അറിയില്ല എങ്കിൽ അത് നമുക്ക് കത്തിച്ച് ശുദ്ധമായ നല്ലെണ്ണയോ നെയ്യോ ഒക്കെ ഒഴിച്ചിട്ട് നമുക്ക് നിരാഞ്ജനം കത്തിച്ച ശേഷം ഓം ഖ്രും നമ പരായ ഗോപ്ത്രേ നമ എന്നുള്ള പറയാം. ഓം ഖ്രും നമ പരായ ഗോപ്ത്രേ നമ. ഇത്രയുള്ള മന്ത്രം വളരെ നിസ്സാരപ്പെട്ടൊരു മന്ത്രമാണ്. ഈ മന്ത്രം നമുക്ക് സ്ഥിരമായിട്ട് ജപിക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതുപോലെ തന്നെ ലോകവീര്യം മഹാപൂജ്യം സർവരക്ഷാകരം വിഭും പാർവതീ ഹൃദയാനന്ദം ശാസ്താരം പ്രണമമ്യഹം. ഈ മന്ത്രവും സ്ഥിരമായിട്ട് നമുക്ക് ജപിക്കുന്നത് ശനിദോഷം ഏക്കാതിരിക്കാൻ വളരെ സഹായിക്കും. ശനിയാഴ്ച വ്രതമെടുക്കുന്നത്, മാസത്തിൽ അവൻ്റെ നാളിന് ശാസ്താവിന് എള്ള് പറയിടുന്നത്, എള്ളു പായസം വഴിപാട് നടത്തുന്നത്, അരവണ അപ്പം മുതലായ വഴിപാട് ചെയ്യുന്നത്, സാധിക്കുന്ന ദിവസങ്ങളിലൊക്കെ അടുത്ത ശാസ്താക്ഷേത്രങ്ങളിൽ പോയി ദർശനം നടത്തുന്നത്, മാസത്തിലോ വർഷത്തിലോ ഒക്കെ ഒരു നാട്ടപ്പിറന്നാളും പക്കപ്പിറന്നാളും ഒക്കെ ഉണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഈ സാധുക്കൾക്ക് അന്നദാനം കൊടുക്കുന്നത്, കറുത്തവാവിന് നമുക്ക് എള്ള് ചേർത്ത ഉണക്കലരി നമുക്ക് കാക്കയ്ക്ക് ശനിദോഷ ശാന്തി ഉണ്ടാവാൻ സങ്കല്പിച്ച് കൊടുക്കുന്നത്, പിതൃദോഷ ശാന്തി ഉണ്ടാവാൻ സങ്കല്പിച്ച് കൊടുക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠമാണ്. അതുപോലെ തന്നെ കറുപ്പ് വസ്ത്രം, നീല വസ്ത്രം ഒക്കെ നമുക്ക് ഈ ശനിയാഴ്ച ദിവസം ധരിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കറുപ്പ് വസ്ത്രം ശനിയാഴ്ച ധരിച്ചു കഴിഞ്ഞാൽ ഒരു പരിധി വരെയുള്ള ശനിദോഷങ്ങൾ ബാധിക്കുകയില്ലെന്ന് പറയാറുണ്ട്. അതുപോലെ നമ്മൾ ഈ മന്ത്രങ്ങൾ ജപിക്കുമ്പം യന്ത്രത്തിനും അവിടെ പ്രാധാന്യമുണ്ട്. നമ്മുടെ ശരീരത്ത് ഒരു ശാസ്ത്രയന്ത്രം കിടക്കുന്നത്, അല്ലെങ്കിൽ അയ്യപ്പ ചക്രമോ ശാസ്ത്രയന്ത്രമോ അല്ലെ അയ്യപ്പ യന്ത്രമോ അല്ലെങ്കിൽ ശാസ്ത്ര പുഷ്കലായന്ത്രമോ അല്ലെ ശാസ്ത്ര പൂർണ്ണയന്ത്രമോ ഒക്കെ നമുക്ക് ധരിക്കുന്നത് നമുക്ക് സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാവാൻ ഒക്കെ നമുക്ക് സഹായകരമായിട്ട് വരും. ശാസ്താവിന് 2 ഭാര്യമാരാണ് പറയപ്പെടുന്നത്, പൂർണ്ണയും പുഷ്കലയാണ്. അപ്പം പൂർണ്ണയന്ത്രമോ അല്ലെ പുഷ്കലായന്ത്രമോ മാത്രമായിട്ട് ധരിച്ചാലും തെറ്റൊന്നുമില്ല. അല്ലെ ശാസ്ത്ര പൂർണ്ണ പുഷ്കലായന്ത്രം ധരിക്കുന്നതും ശനിദോഷ ശാന്തിക്കായിട്ട് ഏറ്റവും സഹായകമായിട്ട് നമുക്ക് നിൽക്കുന്ന അവസ്ഥ തന്നെയാണ്. എന്തായാലും പതിവായിട്ട് ശനിയാഴ്ച വ്രതം എടുക്കുക. പറ്റാവുന്ന ദിവസങ്ങൾ വീട്ടിൽ അശുദ്ധിയില്ലാത്ത സമയത്ത് ഞാൻ ഈ പറഞ്ഞ ശാസ്താവിൻ്റെ മൂലമന്ത്രവും നമസ്കാര മന്ത്രവും ഒക്കെ ജപിക്കുന്നത് നമുക്ക് ഏറ്റവും സഹായകരമായിട്ടും ശനിദോഷം വഴിമാറിപ്പോവാനും സഹായിക്കും. ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. നിർത്തുന്നു. നന്ദി, നമസ്കാരം.